സംസ്ഥാനത്ത് ആരോഗ്യ വകുപ്പിൽ തികഞ്ഞ അലംഭാവവും ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപവുമാണ് നടക്കുന്നത്. അതിമാരകമായ നിപ വൈറസും എംപോക്സും കേരളത്തിൽ വലിയ ഭീതി പരത്തുമ്പോൾ അതിനെ നേരിടാൻ ആവശ്യമായിട്ടുള്ള ഒരു മുൻകരുതലും സർക്കാർ എടുത്തിട്ടില്ല. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം എംപോക്സിനെ സ്ഥിരീകരിച്ച ഉടനെ തന്നെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കർശനമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഒരു മുൻകരുതലും സംസ്ഥാന ഗവൺമെന്റ് എടുത്തില്ല എന്നുള്ളതാണ് സത്യം. നിപ വൈറസിന്റെ കാര്യത്തിൽ ഉറവിടം കണ്ടെത്താൻ ഇതേവരെ ഒരു രീതിയിലും സാധിക്കാത്ത നില വന്നിരിക്കുന്നു. സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിയും ആരോഗ്യ വകുപ്പും ജനങ്ങളുടെ ഇത്രയും ഭീതിയിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യ മേഖലയിൽ എല്ലാം കുത്തഴിഞ്ഞിരിക്കുകയാണ്. മന്ത്രി മറ്റു പല കാര്യങ്ങളിലുമാണ് താല്പര്യം പ്രകടിപ്പിക്കുന്നത്. മന്ത്രിക്ക് ഇതുപോലുള്ള ഗൗരവമായ വിഷയങ്ങൾ വരുമ്പോഴെല്ലാം നിസ്സാരമായിട്ടാണ് അവർ കാര്യങ്ങളെ കാണുന്നത്. അതുകൊണ്ട് ഇത് വളരെ ഗുരുതരമായ സാഹചര്യമാണ്. മുൻകരുതലുകൾ എടുക്കുന്നില്ല, ജാഗ്രതാ നിർദ്ദേശങ്ങൾ ശരിയായി പോകുന്നില്ല. കോവിഡ് കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ വലിയ തോതിൽ കേരളം വില കൊടുക്കേണ്ട സ്ഥിതിയിലേക്കാണ് വന്നിരിക്കുന്നത്. ആരോഗ്യ വകുപ്പ് മന്ത്രി അടിയന്തരമായി തന്റെ ഉത്തരവാദിത്തം മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഗൗരവതരമായ സ്ഥിതിയാണ് സംസ്ഥാനത്തിപ്പോൾ സംജാതമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിന്റെ ഒരു പ്രസ്താവന കണ്ടു. മുഹമ്മദ് റിയാസ് വയനാട് പുനരധിവാസത്തെ സംബന്ധിച്ചുള്ള മന്ത്രിസഭാ ഉപസമിതിയിലെ പ്രധാനപ്പെട്ട അംഗമാണ്. മാത്രമല്ല സംസ്ഥാന മന്ത്രിസഭയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ മരുമകൻ തന്നെയാണ്. സ്വന്തം കഴിവുകേടും സ്വന്തം തെറ്റും മറച്ചുവെക്കാൻ കേന്ദ്ര സർക്കാരിനെയും കേരളത്തിലെ BJPയെയും കുറ്റപ്പെടുത്തുകയാണ് മുഹമ്മദ് റിയാസ് ചെയ്യുന്നത്. വയനാട്ടിലെ ദുരന്ത നിവാരണത്തെ സംബന്ധിച്ച് ഇപ്പോഴും സർക്കാർ ഇരുട്ടിൽ തപ്പുകയാണ്. അതിനൊരു പ്രധാന കാരണക്കാരൻ മുഹമ്മദ് റിയാസാണ്. എന്താണ് ഈ മന്ത്രിസഭാ ഉപസമിതി ചെയ്തിരിക്കുന്നത്? എന്ത് മെമ്മോറണ്ടമാണ്, വിശദമായിട്ടുള്ള മെമ്മോറണ്ടമാണ് സമർപ്പിച്ചിരിക്കുന്നത്? ഇല്ലാത്ത കണക്കുകൾ എഴുതി വെച്ച് കള്ളക്കണക്കുണ്ടാക്കി സമർപ്പിക്കാൻ പോകുന്നതിന് പകരം ശരിയായ ഹോംവർക്ക് നടത്തി ആവശ്യമായ മെമ്മോറാണ്ടം കേന്ദ്രത്തിന് സമർപ്പിക്കാൻ ഇതേവരെ സാധിച്ചിട്ടില്ല. പിന്നെ പണത്തിന്റെ കണക്കെന്തോ അദ്ദേഹം പറയുന്നത് കേട്ടു. നോക്കൂ, നിങ്ങൾ ഏപ്രിൽ മാസം 1-ാം തീയതി കേരളത്തിലെ സർക്കാരിന്റെ കയ്യിൽ, ഞാൻ എല്ലാ കേണക്കുകളും എടുത്തിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്, ഇത് തെറ്റാണെങ്കിൽ റിയാസിന് മറുപടി നിഷേധിക്കണം, സർക്കാർ മുഖ്യമന്ത്രി വിശദീകരിക്കണം. ഏപ്രിൽ മാസം 1-ാം തീയതി കേരളത്തിന്റെ കയ്യിൽ SDRFന്റെ കേന്ദ്രവിഹിതം 395 കോടി രൂപ കയ്യിലുണ്ടായിരുന്നു. ആ കാശ് കയ്യിൽ വെച്ചിട്ടാണ് 1 രൂപ ചെലവഴിക്കാതെ ഇവർ മുന്നോട്ട് പോയത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ 1750 കോടി രൂപയിൽ 1200 കോടി രൂപയും കേന്ദ്രം അനുവദിച്ചതാണ്. കേന്ദ്രം പണം അനുവദിച്ചിട്ടില്ലെന്ന് ആരാ പറഞ്ഞത്? ആവശ്യത്തിനുള്ള തുക കേരളത്തിന്റെ കയ്യിലുണ്ട്. ദുരന്ത പ്രതിരോധത്തിനുള്ളതുണ്ട്, ദുരന്ത നിവാരണത്തിനുള്ളതുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ ചെലവഴിക്കാൻ ഓരോ പണത്തിന്റെ ദൗർലഭ്യവുമില്ലാതെ ചെലവഴിക്കാനുള്ള കാശ് സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. പുനരധിവാസത്തിന്റെ കാര്യത്തിൽ എവിടെയെങ്കിലും കാലതാമസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം കേരള സർക്കാരിനാണ്, മുഖ്യമന്ത്രിക്കാണ്, ഈ മന്ത്രിസഭാ ഉപസമിതിക്കാണ്. ഒരു ശവം സംസ്കരിക്കാൻ 75,000 രൂപ എഴുതിയെടുക്കുന്ന കമ്പനിയാണ് മുഹമ്മദ് റിയാസിന്റെ കമ്പനി. അവരാണ് കേരളത്തിലെ BJP നേതാക്കൾ ഇത് മുടക്കുന്നു എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നത്. നോക്കൂ, കേന്ദ്രത്തിൽ
ഭരിക്കുന്ന പാർട്ടിയായിട്ടുള്ള ഞങ്ങൾ ഇന്ത്യയിലെ എല്ലാ BJP ഗവൺമെൻറ്റുകളോടും കേരളത്തിനെ കൈയച്ച് സഹായിക്കാൻ അഭ്യർത്ഥിച്ചവരാണ്. BJP ഭരിക്കുന്ന എല്ലാ ഗവൺമെൻറ്റുകളും കേരളത്തിന് കൈയച്ച സഹായങ്ങൾ തന്നിട്ടുണ്ട്. ദുരിതാശ്വാസ പുനരധിവാസ കാര്യത്തിന് കേന്ദ്രം പണം അനുവദിക്കണമെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. അതിനാവശ്യമായ തയ്യാറെടുപ്പോടുകൂടിയുള്ള മെമ്മോറാണ്ടങ്ങൾ കൊടുക്കണം. ഒരു കടലാസ് എഴുതി ഡൽഹി പോയിട്ട് പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുത്താൽ കാശ് കിട്ടില്ല. ശരിയായ തയ്യാറെടുപ്പ് സംസ്ഥാന ഗവൺമെൻറ് നടത്താത്തത് കൊണ്ടാണ്. സംസ്ഥാന ഗവൺമെൻറ് പുറത്തുവിടട്ടെ. ഈ കോടതിയിൽ പറഞ്ഞ എസ്റ്റിമേറ്റ് അല്ല. യഥാർത്ഥത്തിൽ കേരള ഗവൺമെൻറ് കേന്ദ്ര സർക്കാരിന് ദുരിതാശ്വാസത്തിനും പുനരധിവാസത്തിനുമായിട്ട് എത്ര തുകയാണ് ആവശ്യം? 10,000 കോടി 20,000 കോടി ആവശ്യപ്പെട്ടു എന്നൊന്നും പറയുന്നില്ലല്ല. നിയമപരമായിട്ട് രേഖാമൂലം അവരെന്താണ് ആവശ്യപ്പെട്ടത് അത് അവർ കാണിക്കട്ടെ.